ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ. സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണക്കാലം എല്ലാവർക്കും നൽകിപ്പോരുന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവമായി 1961 പ്രഖ്യാപിക്കപ്പെട്ട ഓണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം, ഒരുപക്ഷെ 1000 ആണ്ടുകൾക്കപ്പുറം ആഘോഷിച്ചു വന്ന വിളവെടുപ്പുത്സവത്തിൻ്റെ പ്രതീകമായാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് ഗവേഷകന്മാരുടെ അഭിപ്രായം. ധാരാളം വാദവിവാദങ്ങൾ ഓണത്തെക്കുറിച്ച് ഉണ്ട്. ബുദ്ധമതത്തിൻ്റെ സ്വാധീനമാണ് അതിലേറ്റവും പ്രബലമായ ഒരു വാദഗതി. ത്രൈവർണിക ബാഹ്യരായ ആളുകൾ, അതായത് ശൂദ്രൻ മുതൽ താഴോട്ടുള്ള ആളുകൾ, നല്ലൊരു വിഭാഗം ബുദ്ധമത അനുയായികളായിരുന്നുവെന്നും പഞ്ഞക്കർക്കിടക മാസത്തിൽ ജപവും ധ്യാനവുമൊക്കെയായി അവർ കഴിഞ്ഞുകൂടിയിരുന്നുവെന്നും അത് കഴിഞ്ഞ് ആവണിപ്പിറപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാവരും ആ ജപധ്യാനങ്ങളിൽ നിന്ന് മുക്തരായി തെളിവിൻ്റെ, വെളിവിൻ്റെ, പ്രകാശത്തിൻ്റെ, കർമ്മണ്യതയുടെ ഒരു ലോകത്തേക്ക്, ഒരു കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരികയും ആഘോഷപൂർവം ആ ദിനങ്ങൾ കൊണ്ടാടുകയും ചെയ്തു പോന്നിരുന്നുവെന്നാണ് ബുദ്ധമതക്കാരുടെ ഇടയിൽ ഓണത്തെ സംബന്ധിച്ചുള്ള പ്രകടമായ വിശ്വാസം. ബുദ്ധമതത്തിൻ്റെ പ്രചാരണ ഭാഷ പാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പാലി ഭാഷയിൽ സാവണം എന്നൊരു പദം, സാവണം, ഈ സാവണ ശബ്ദം ആവണം എന്നായി രൂപപ്പെട്ടുവെന്നും അതിൽ നിന്ന് ഓണം എന്ന വാക്ക് ഉണ്ടായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തുവിന് പിമ്പ് 8-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ഓണാഘോഷം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. മഹാബലിയെക്കുറിച്ചുള്ള മുഗ്ധമോഹനമായ ഒരു സങ്കല്പം നാം ഓണത്തെക്കുറിച്ച് കരുതി വയ്ക്കാറുണ്ട്. നമ്മുടെ പിൻഗാമികൾക്ക്, കുട്ടികൾക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഓണക്കഥ, ഓണത്തപ്പൻ്റെ കഥ, വാമനമൂർത്തിയുടെ കഥ, സർവ പ്രജകളെയും ഒരുപോലെ കണ്ടിരുന്ന സമത്വസുന്ദരമായ ഒരു കേരളത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ മഹാബലിയുടെ കഥ. ഇങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ ഓണത്തെ സംബന്ധിച്ച് ഉണ്ട്. മാത്രമല്ല, ഈ ഋതുരാജനായ വസന്തകാലത്തിൻ്റെ മൂർധന്യതയിൽ ആണ് ഈ ഓണക്കാലം എന്ന് പറയുന്നു. വസന്ത ഋതുവിൻ്റെ മനോഹാരിത കലർന്ന ഒരു കേരള ഭൂമിയെക്കുറിച്ചുള്ള പരാമർശമാണ് അവിടെ ഉള്ളത്. ഓണത്തെ സംബന്ധിച്ചുള്ള ആ ഒരു സങ്കല്പത്തിൽ വരുന്നത് ഈ കർക്കിടക മാസം കഴിഞ്ഞ്, അതായത് ഒരുപൂ കൃഷി കഴിഞ്ഞ് വിളവെടുക്കുന്ന കാലം, വീണ്ടും ഇരുപ്പൂ കൃഷിക്ക് വേണ്ടി നമ്മുടെ മൺസൂൺ കാലാവസ്ഥ അനുസരിച്ച്, മൺസൂൺ മാതൃകാ കാലാവസ്ഥ അനുസരിച്ച് കേരളത്തിൻ്റെ മണ്ണ് ഒരുക്കം കൂട്ടുന്നതിനുള്ള മുന്നോടിയായി ഓണം കൊണ്ടാടുകയും അതിനുശേഷം തുലാവർഷ മേഘങ്ങൾ പെയ്തൊഴിയുന്ന മാത്രയിൽ തന്നെ വീണ്ടും കൃഷി ആരംഭിക്കുകയും, അങ്ങനെ 2 പൂവ് കൃഷി ചെയ്യുന്ന നമ്മുടെ ഇരുപ്പൂ കൃഷി സമ്പ്രദായത്തിലെ ഒരുപ്പൂ കൃഷി നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നാം ചിങ്ങമാസമായി കണക്കാക്കിക്കൊണ്ട് ആഘോഷങ്ങൾ നടത്തിപ്പോരുന്നത്. ആഘോഷങ്ങളൊക്കെ നടത്തിപ്പോരുന്നത് പ്രബലമായത് ഓണമെന്ന് മാത്രം. വാമനമൂർത്തിയുടെ അവതാരമായാണ് നാം തൃക്കാക്കരയപ്പനെ കാണുന്നത്. തൃക്കാക്കരയപ്പൻ ഓണത്തപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അത്തച്ചമയം തുടങ്ങിയുള്ള ആഘോഷങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് അത്തമുദിക്കുമ്പോൾ മുതൽ ഉണ്ടായിരുന്നതായിരുന്നു. കൊച്ചി രാജാവിൻ്റെ കാലത്തൊക്കെ അത് വളരെ പ്രബലമായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ
തിരുക്കൊച്ചി സംയോജനം വന്നപ്പോൾ, അതായത് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജനം ഒരുമിക്കൽ വന്നതോടുകൂടി ഈ അത്തച്ചമയം പാടെ നിലച്ചുപോയി എന്നാണ് പറയുന്നത്. എന്തായാലും അത്തം പത്തോണം എന്നും കാണം വിറ്റും ഓണം ഉണ്ണണമെന്നും ഒക്കെയുള്ള എത്രയോ പഴഞ്ചൊല്ല് പോലെയുള്ള വായ്ത്താരികൾ, വാഗ്ധോരണികൾ, വാക്പ്രയോഗങ്ങൾ, ഉദ്ധരണികൾ നമ്മുടെ ഇടയിൽ നമ്മുടെ സമൂഹ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഓണത്തിൻ്റേതായി ചൂണ്ടിക്കാണിക്കാനുണ്ട്. പൂക്കളമിട്ട് അത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുട്ടികൾ പോയി പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഇലക്കുമ്പിളിൽ ഇറുത്തെടുക്കുന്ന പൂക്കൾ കൊണ്ടുവന്ന് മുറ്റത്ത് പൂക്കളമിടും. അത്തമാണ് അദ്ദിനത്തിൽ അത്തലിങ്ങാലയം വിട്ടുപോണം, 10 നാൾ ഏവർക്കും ചിത്തതാരിൽ മുത്തണിയിക്കുന്നൊരു ഓണമെത്തി എന്ന് കവി ചങ്ങമ്പുഴ ഓണക്കാലത്തെ ആ പൂക്കളത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തായാലും ഓണം നമ്മുടെ ഉദാരമധുരവും മുഗ്ധമോഹനവുമായ ഒരു ഉത്സവാഘോഷത്തിൻ്റെ കാലമാണ്. നമ്മുടെ സ്വപ്ന സാഫല്യങ്ങളുടെ ഒരു വേളയാണ്. എല്ലാ തരത്തിലുള്ള സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും ആർഭാടങ്ങളുടെയും എല്ലാം ഒരു കാലഘട്ടമായാണ് നാം ഓണക്കാലത്തെ കാണുന്നത്. അത്തമുദിക്കുമ്പോൾ മുതൽ ഓണത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയായി. പുതുവസ്ത്രങ്ങൾ, പുതിയ ആഭരണങ്ങൾ, അതുപോലെ കർക്കിടകം വിട്ടൊഴിയുമ്പോൾ തന്നെ വീട്ടിൽ പഴയ സാധനങ്ങൾ നീക്കിക്കളഞ്ഞ് പുതിയ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുക. സമ്പന്നമായ ഒരു വർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും എതിരേൽക്കാനുള്ള ആവേശം നിലനിർത്തിക്കൊണ്ടും ഓണം ആഘോഷിച്ച് വിരമിക്കുകയാണ് മലയാളി. പിന്നെ വീണ്ടും ഒരു ഓണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഗൃഹാതുരമായ ഒരു അംശമായി ഓണത്തെ സങ്കല്പിച്ചുകൊണ്ട് മലയാളി അങ്ങനെ കഴിഞ്ഞുകൂടും. ഏറ്റവും വൈകാരികമായ തീക്ഷ്ണമായ വൈകാരികതയുള്ള തീക്ഷ്ണമായ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു ആഘോഷമായാണ് ഓണത്തെ എന്നും ആളുകൾ കാണുന്നത്. ഊഞ്ഞാലിട്ട് ഊഞ്ഞാൽപ്പാട്ട് പാടും. മാവേലി ഗാനാലാപം, മാവേലി നാടുവാഴും കാലം എന്ന് പറഞ്ഞിട്ട് ആ മുഗ്ധമായ ആ ഗതകാലത്തെക്കുറിച്ചുള്ള സ്മരണ നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷവും. എന്നാൽ ഇവിടെ ഒന്നോർക്കേണ്ടത്, അല്പം ഒരു നിരൂപണ ബുദ്ധിയാ നമ്മളതിനെ നോക്കിക്കണ്ടാൽ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സാധ്യമാണോ ഈ സമൂഹത്തിൽ? ഈ സമൂഹത്തിൻ്റെ നിശ്ചിതമായ സഞ്ചാര വേഗങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നമുക്ക് പൂർണ്ണമായി നന്മയുടെ, തെളിമയുടെ, സദ്വിചാരത്തിൻ്റെ, സദാചാരത്തിൻ്റെ, ധാർമ്മിക ബോധത്തിൻ്റെ, സന്തുവാസനകളുടെ ഇടം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമായിട്ടുണ്ടോ? എപ്പോഴും തിന്മയുടെ അടുത്ത് മാത്രമേ നന്മയ്ക്കും നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. ഒരു ഉദയം പോലെ, ഒരു അസ്തമയം പോലെ. ഉദയവും അസ്തമയവും എങ്ങനെ വരുന്നു? ഒരു കുന്നും ഒരു കുഴിയും എന്ന പോലെ, ആദ്യം എന്നും അവസാനം എന്നും പറയുന്നത് പോലെ പരസ്പര പൂരകമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ നന്മതിന്മകൾ. അതുകൊണ്ട് കള്ളവും ചതിവുമില്ലാത്ത ഒരു കാലഘട്ടത്തെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഒരു യൂട്ടോപ്യൻ ഡ്രീം പോലെ, ഒരു മിഥ്യാസ്വപ്നം പോലെ നമുക്ക് കൊണ്ടു നടക്കാം എന്നല്ലാതെ പൂർണ്ണമായും ഒരു കാലത്തും ലോകത്തിൻ്റെ ഒരിടത്തും ഈ സമത്വ സുന്ദരമായ ഈ സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മഹാബലിയുടെ ഭരണകാലമെന്ന് നാം വിശ്വസിക്കുമ്പോൾ അതൊരു സ്ഥിതി സമത്വത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? പ്രജാക്ഷേമൈക നിരതനാണ് മഹാബലി എന്നാണ്. മഹാബലി എന്ന നിലയിൽ ബലി ശബ്ദത്തിന് ഈ ജീവൻ ബലി കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ, അതായത് വാമനൻ്റെ കാൽച്ചുവട്ടിലേക്ക് തല കൊണ്ടുവച്ച് പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്ന വിശ്രുതമായ ഐതിഹ്യ കഥ പറയുന്നത് പോലെ ഒരു വിധേയത്വം സൂചിപ്പിക്കുന്ന ശബ്ദമായി ബലിയെ കണക്കാക്കുക മാത്രമല്ല വേണ്ടത്. ബലി എന്ന ശബ്ദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. കരം എന്നാണ്, ടാക്സ് എന്നുള്ള അർത്ഥത്തിൽ ആണ് ആ ബലി വരുന്നത്. മഹാബലി ആണ്. എന്താണെന്ന് വെച്ചാൽ അത് കാളിദാസൻ്റെ രഘുവംശത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പ്രജാനാമേവ ഭൂത്യർത്ഥം സതാഭ്യോ ബലിം അഗ്രഹീത് സഹസ്രഗുണം ഉത്സൃഷ്ടും ആദത്തേഹി രസം രവി എന്ന് രഘുവംശ രാജാക്കന്മാരുടെ ഭരണ സംവിധാന ക്രമങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് കാളിദാസൻ വളരെ സവിസ്തരമായി പറയുന്ന വരികളാണ്, ശ്ലോകമാണ് ഇത്. 1-ാം സർഗം. എന്താണ് അത്? ബലിം അഗ്രഹീത്. എന്തിനു വേണ്ടി? പ്രജാനാം ഏവ ഭൂത്യർത്ഥം, പ്രജകളുടെ മാത്രം ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, ഭൂതിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി ആണ് എന്ത് ചെയ്യുന്നത്? ബലിം അഗ്രഹീത്, ബലിയെ സ്വീകരിക്കുന്നത്. ബലിം എന്ന് പറഞ്ഞാൽ കരത്തെ വാങ്ങുന്നത്. സമ്പന്നരുടെ ഇടയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കരം, അത് ദരിദ്രരായ ആളുകൾക്കും സുഖാനുഭവങ്ങൾക്കായി നൽകുന്ന ഒരു ഏർപ്പാട്. അത് സോഷ്യലിസത്തിൻ്റെ കടും കാതലായ പ്രശ്നമാണ്, സത്തയാണ്, തത്വമാണ്.
സോഷ്യലിസം എന്നത് അത്ര നമുക്ക് അപരിചിതമായ വാക്കൊന്നുമല്ല. ഗതകാല സംസ്കൃതിയുടെ ഈ താളുകൾ ഓരോന്ന് മറിച്ചു നോക്കിയാൽ ഓരോ അടരുകൾക്കുള്ളിലും സോഷ്യലിസം എന്ന മുഗ്ധമോഹനമായ സങ്കല്പത്തിൻ്റെ ആധികാരികമായ ചരിത്രരേഖകൾ നമുക്ക് കണ്ടെടുക്കാനാവും. അങ്ങനെ സ്ഥിതിസമത്വത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു ഭരണക്രമം നൽകിയ മഹാചക്രവർത്തി എന്നുള്ള നിലയിൽ, കേരളത്തിൻ്റെ മഹാനായ ചക്രവർത്തി എന്നുള്ള നിലയിൽ മാവേലി എന്ന മഹാബലിയെ നാം കൊണ്ടാടുകയാണ്. പക്ഷേ അങ്ങനെ ഒരാൾ എങ്ങനെയാണ് വന്നതെന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അസീറിയയിൽ നിന്ന് വന്ന ദ്രാവിഡന്മാരെ ആര്യന്മാർ തോൽപ്പിച്ച് തെക്കോട്ട് ഓടിച്ചുവെന്നും അത് ഭാരതഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്ത് അവർ വേരുറപ്പിച്ചുവെന്നും അവരവിടെ ഒരു നിവാസ സ്ഥാനമുണ്ടാക്കി ഭരിച്ചുവെന്നും അതിന് നേതാവായിരുന്നു മാവേലി എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചക്രവർത്തി, ആളുകൾക്ക് എല്ലാവർക്കും ഗുണവും ഹിതവും ലഭിക്കത്തക്ക വണ്ണമുള്ള ഭരണം, ജനാധിപത്യ സമ്പ്രദായത്തിൽ വരുന്ന ഓരോ പ്രജയുടെയും ദുഃഖങ്ങളും സുഖങ്ങളും ആരാഞ്ഞറിഞ്ഞുകൊണ്ട് തന്നെ ഭരിക്കുന്ന ഒരു ചക്രവർത്തി എങ്ങനെയാണ്? പ്രജാനാം വിനയാധാനാത് രക്ഷണാത് ഭരണാദപി സപിതാ പിതരസ്താസാം കേവലം ജന്മഹേതവ എന്ന് പറയുന്നത് പോലെ രാജാവ് യഥാർത്ഥത്തിൽ വേണ്ടതെല്ലാം കൊടുക്കുന്ന പിതാവായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചു പോന്നത്. അത് ജന്മദാതാവ് മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ. പിന്നെ ഒരച്ഛൻ മക്കൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ അഭിവൃദ്ധികരങ്ങളായ പ്രവൃത്തികരങ്ങളായ നിലപാടുകളും രാജാവിൽ നിന്ന് പ്രജകൾക്ക് നേരെ ഉണ്ടാവുകയും പ്രജകൾ ദുഃഖരഹിതമായ ഒരു സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പോന്നിരുന്നു എന്നുള്ള വിശ്രുതമായ ഒരു മനോഭാവം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു ഉത്സവാഘോഷമായാണ് നാം ഓണത്തെ കണ്ടുപോരുന്നത്. ആ നിലയിലുള്ള ഒരു ഓണത്തെ സംബന്ധിച്ച് ഇവിടെ വാമനമൂർത്തിയുടെ വാമന വിജയമാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതാണ് പ്രസിദ്ധമായ തൃക്കാക്കരയപ്പനെക്കുറിച്ചുള്ള സങ്കല്പം. ഓണത്തപ്പൻ എന്ന പേര് തൃക്കാക്കരയപ്പനെ കണക്കാക്കിക്കൊണ്ട് മലയാളി ആഘോഷവിശേഷങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരു വാമന വിജയമാണ്. ദ്രാവിഡാധിപത്യത്തെ തോൽപ്പിച്ചോടിച്ച് ആര്യാധിപത്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു ചരിത്രപരമായ സന്ധി അവിടെ സൂക്ഷിച്ച് ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് സങ്കല്പം. ആ ഒരു നിലയിൽ ചരിത്ര വസ്തുതകൾ ധാരാളമായി ഉണ്ടെങ്കിലും 8-ാം നൂറ്റാണ്ട് മുതൽ ഓണം ഒരു ഉത്സവാഘോഷമായി കൊണ്ടാടിയിരുന്നു എന്നാണ്. ഭാസ്കര രവിവർമ്മൻ തുടങ്ങിയുള്ള ആളുകൾ ഈ ഓണത്തെ ഒരാഘോഷമാക്കി മാറ്റിയിരുന്നു എന്നാണ്. രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് പ്രജകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഈ ആഘോഷം പിന്നെ സാമാന്യ ജനത്തിൻ്റെ വികാരവും വിചാരവും അനുഭൂതിയും സ്വപ്നങ്ങളും ഒക്കെയായി വഴിമാറി തീർന്നു പോന്നു. അങ്ങനെ ഒരു സമൂഹ സങ്കല്പത്തിൻ്റെ വിശ്രുതമായ ഒരു സാമൂഹിക അവബോധത്തിൻ്റെ നിത്യഭാസുരമായ സന്ദേശം പ്രപാടനം ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ഓണം ഒരാഘോഷമായി നമുക്കിടയിൽ നിൽക്കുകയാണ്. ഈ വാമനമൂർത്തി തൻ്റെ 2 ചുവടുകൾ കൊണ്ട് ഭൂമി, സ്വർഗം, പാതാളം എന്ന് 3 ലോകങ്ങളെയും അളന്നെടുത്തു എന്നാണ് കഥ. ഈ വാമനമൂർത്തിയായി അവതാരം കൊണ്ടത് ഇന്ദ്രൻ്റെ താല്പര്യമനുസരിച്ച് വിഷ്ണു എടുത്ത അവതാരമാണെന്ന് പറയുന്നു. ഈ മഹാബലിയുടെ സോഷ്യലിസത്തിൻ്റെ രീതിയിലുള്ള സ്ഥിതിസമത്വത്തിൻ്റെ നിലയിലുള്ള ഒരു ഭരണക്രമം കാഴ്ചവെച്ചതിൽ അസൂയകൊണ്ട് ഗർഭിഷ്ഠനായ ഈ മഹാബലിയെ തുരത്തണമെന്ന് വിഷ്ണുവിനോട് അപേക്ഷിക്കുകയും ആ അപേക്ഷ സഹർഷം സ്വീകരിച്ചുകൊണ്ട് വിഷ്ണു വാമനമൂർത്തിയായി തിരുവോണനാളിൽ അവതരിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ വാമനമൂർത്തി ഈ 2 ചുവടുകൾ കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്തു. ചോദിച്ചത് ഇതാണ്: എനിക്കിരിക്കാൻ അല്പം സ്ഥലം വേണം, എനിക്കിരുന്ന് അല്പം ധ്യാനിക്കാൻ സ്ഥലം വേണം, അതൊരു 3 അടി മണ്ണ് മതി എന്നാണ്. ധർമ്മിഷ്ഠനായ ദാനശീലനായ മഹാബലി പറഞ്ഞു, 3 അടി മണ്ണ് കൊണ്ട് എന്താവാൻ, അങ്ങക്ക് ഇഷ്ടമുള്ളത് അളന്നെടുത്തോളൂ, അത് വേണ്ട, എനിക്ക് 3 അടി മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അസുര ഗുരുവായ ശുക്രാചാര്യർ അടുത്തുണ്ടായിരുന്നു. അസുരന്മാരുടെ ഗുരുവാണ്. അസുരൻ എന്ന വാക്കിന് ദേവനല്ലാത്തവൻ എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ ദേവനല്ലാത്തവൻ, രാക്ഷസൻ എന്നൊന്നും അതിന് അർത്ഥമില്ല. എന്തായാലും അസുര ഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞു, ഇത് അബദ്ധമാണ്, കൊടുക്കരുത് എന്ന്. എന്നാൽ ധർമ്മലോപം വന്നു പോകുമെന്നുള്ള പേടി കൊണ്ട് ഈ മഹാബലി അതിന് തയ്യാറായില്ല. ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിക്കാതെ വാമനൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി ഭൂമി ദാനം ചെയ്യുകയാണ്. പക്ഷേ ഈ 3 ലോകങ്ങളും അളന്നെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 3-ാം ചുവട് വെക്കാൻ ഇടമില്ലെന്ന് കണ്ട് ഇടമെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇവിടെ എന്ന് പറഞ്ഞ് താൻ ശിരസ് കട്ടിക്കൊടുക്കുകയാണ്. ഈ ധർമ്മബോധത്തിൻ്റെ, ഈ വിധേയത്വത്തിൻ്റെ, ഈ സങ്കീർണമായ ധർമ്മബോധത്തെ വളരെ അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയുടെ പ്രതീകമായി നമുക്ക് മഹാബലിയെ ഇവിടെ കാണാം.
അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തിയത് പാതാളത്തിലേക്കല്ല, എല്ലാവരും പറയുന്ന പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്നാണ്. രസാതലം എന്ന് പറയുന്ന ലോകത്തേക്കാണ്. 14 ലോകങ്ങളിൽ രസാതലം എന്നൊരു ലോകമുണ്ട്. ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, ജലലോകം, തപോലോകം എന്നൊക്കെ പറയുന്ന 14 ലോകങ്ങളിൽ രസാതലം എന്ന് പറയുന്ന ഇടത്തേക്കാണ് മഹാബലിയെ ഈ വാമനമൂർത്തി ചവിട്ടിത്താഴ്ത്തിയത്. പക്ഷേ അവിടെ അദ്ദേഹം ഒരു അടിമയായി തീരുകയല്ല, ദുഃഖിതനായി തീരുകയല്ല ചെയ്തത്. മറിച്ച് രസാതലത്തിൻ്റെ പരമപാവനമായ ഭരണാധികാരം കൈകാര്യം ചെയ്തുകൊണ്ട് മഹാചക്രവർത്തിയായി മഹാബലി അവിടെ വിരാജിക്കുക തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനുമൊത്ത് ഒരു ദിവസം രസാതലത്തിൽ സന്ദർശനത്തിനായി എത്തിയത്. അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു ഈ കൃഷ്ണാർജുനന്മാരിരുവരും. ഈ കഥ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അപ്പോൾ മഹാബലി മരിച്ചതല്ല, മഹാബലി ഒരു ഡീപ്രമോഷൻ നടത്തുക പോലും ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രസാതലം ഭൂലോകത്തെക്കാളും വളരെ ശ്രേഷ്ഠതയുള്ളൊരു ലോകമാണ്. അവിടുത്തെ അധീശ ഭാവമായി ഈ മഹാബലി മാറുന്നു എന്ന് പറയുന്നത് ഒരു പ്രമോഷനായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനാവുകയെന്ന് തോന്നുന്നു. എന്തായാലും ശരി, മഹാബലിയുടെ ധർമ്മബോധത്തിൻ്റെ അനുസ്മരണം എന്നുള്ള നിലയിൽ അദൃശ്യനായി ഈ മഹാബലി ഈ കേരള മണ്ണിൽ എത്തുമെന്നും പ്രജകളുടെ ഓരോ അവസ്ഥകളും കണ്ടറിഞ്ഞ് പിൻവാങ്ങുമെന്നും അങ്ങനെ ഓരോ വർഷവും തിരുവോണം അതിനായി നീക്കിവെക്കുകയാണെന്നുമുള്ള ഒരു ബോധം മലയാളിയുടെ ഇടയിൽ വരുന്നത് ജീവിതത്തിൻ്റെ അഭ്യുദയത്തെ സംബന്ധിച്ച് അഭിവൃദ്ധികരമായ ഒരു ഉത്കർഷത്തെ നിലനിർത്തുന്നതിനുള്ള പ്രചോദനമായി ഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത്. കൃഷിയും അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ ആഹ്ലാദകരമായ അനുഭവങ്ങളും ആയിട്ട് അങ്ങനെ പുരോഗമിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള ഒരു അനുസ്മൃതി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സ്വപ്നകാലം അങ്ങനെ അവൻ സ്വയം തീർത്തെടുക്കുന്നു എന്നുള്ളത് മഹാബലിയെ സംബന്ധിച്ചായാലും മഹാബലിയെ പ്രതീകമാക്കിക്കൊണ്ടായാലും മലയാളിക്ക് സ്വന്തമാണല്ലോ എന്ന് നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഈ ഓണക്കാലം ഏവർക്കും ഈ അന്തരാളഘട്ടത്തിലൂടെ ഈ സമൂഹം കടന്നു പോകുന്ന ഈ സമയത്ത് പോലും നമുക്ക് ആശംസിക്കാനുള്ളത്, നമുക്ക് തീർച്ചയായും സങ്കല്പിക്കാനുള്ളത്, നന്മയായി നമുക്ക് പറയാനുള്ളത് ഓണക്കാലം സുഭിക്ഷവും സുന്ദരവും ആകർഷകവും അതുപോലെ എല്ലാ ക്ഷേമൈശ്വര്യങ്ങൾ നിറഞ്ഞതും സമൃദ്ധി പ്രവൃദ്ധമായി ഉണ്ടാകുന്നതുമായ സർവതോമുഖമായ ആഹ്ലാദാഭിനിവേശങ്ങളുടെ സാക്ഷാത്കൃതിയായി മാറട്ടെ എന്ന് മാത്രം നമുക്ക്